നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി വെണ്ണലയിൽ അമ്മയുടെ മൃതദേഹം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട സംഭവത്തിൽ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ദുരൂഹതയില്ല എന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത മകനെ താൽക്കാലികമായി വിട്ടയക്കുകയാണെന്നും പാലാരിവട്ടം പോലീസ് അറിയിച്ചു. കൊലപാതക സാധ്യത പ്രാഥമികമായി തള്ളുകയാണെന്നും കൂടുതൽ തെളിവുകൾ കിട്ടിയാൽ തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നും പോലീസ് വ്യക്തമാക്കി. ശ്മശാനത്തിൽ കൊണ്ടുപോകാൻ പണമില്ലാത്തതിനാലാണ് മുറ്റത്ത് കുഴിച്ചിട്ടതെന്നാണ് മകൻ പ്രതി പോലീസിനോട് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പാലാരിവട്ടം പോലീസ് അറിയിച്ചു. വെണ്ണല സ്വദേശിനി 70-കാരിയായ അല്ലിയാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 4 മണിയോടെയായിരുന്നു അല്ലിയുടെ മൃതദേഹം മകൻ പ്രദീപ് വീട്ടുമുറ്റത്ത് തെങ്ങിൻ ചുവട്ടിൽ കുഴിച്ചിട്ടത്. തുടർന്ന് പ്രദേശവാസികളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുക്കുമ്പോൾ അല്ലിയുടെ കണ്ണിലും മൂക്കിലുമെല്ലാം മണ്ണ് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. പോലീസ് എത്തുമ്പോൾ മദ്യലഹരിയിലായിരുന്നു പ്രദീപ്. ഇയാൾ എന്നും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കാറുണ്ട് എന്നും അമ്മയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതാകാമെന്നും നാട്ടുകാർ ആരോപിക്കുകയായിരുന്നു. ഇതോടെ പോലീസിന് സംശയം ബലപ്പെട്ടു. തുടർന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. പോലീസ് മൃതദേഹം പുറത്തെടുത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണത്തിൽ അസ്വാഭാവികതയില്ല എന്ന് വ്യക്തമായത്. കടുത്ത പ്രമേഹം ബാധിച്ചാണ് വയോധിക മരിച്ചത്. ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം വന്നതിന് ശേഷമായിരിക്കും അന്വേഷണം ഔദ്യോഗികമായി പൂർത്തിയാവുകയുള്ളൂ. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാനാകൂന്ന് പോലീസ് വ്യക്തമാക്കി. മരണത്തിന് തലേദിവസം പ്രദീപ് അമ്മയുമായി മരുന്ന് വാങ്ങാൻ പുറത്തു പോയിരുന്നു. ഇയാൾ സ്ഥിരം മദ്യപിച്ച് വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ട്. ബുധനാഴ്ച രാത്രി മദ്യലഹരിയിലായിരുന്നു. വീട്ടിൽ നിന്ന് ബഹളം കേട്ടിരുന്നതായും നാട്ടുകാർ ആരോപിച്ചിരുന്നു. പ്രദീപിന് ഒരു ടയർ കടയാണുള്ളത്. എല്ലാ ദിവസവും കട തുറക്കാറില്ലെന്നും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളെ കട അടഞ്ഞു കിടക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. സ്ഥിരം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനെ തുടർന്ന് ഭാര്യ ഇയാളിൽ നിന്ന് പിരിഞ്ഞ് സ്വന്തം വീട്ടിലാണ് കഴിയുന്നത്. അക്രമാസക്തനാകാറുള്ളതിനാൽ നാട്ടുകാരും പ്രശ്നത്തിൽ ഇടപെടാറില്ലെന്നും ബഹളം കൂടുമ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയാണ് പതിവെന്നും നാട്ടുകാർ പറഞ്ഞു. അമ്മ മരണപ്പെട്ടതിനെ തുടർന്ന് കുഴിച്ചിടുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. സംഭവ സമയം പ്രദീപ് മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. പ്രദീപ് സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നും അക്രമാസക്തനാകാറുണ്ടെന്നുമാണ് നാട്ടുകാർ പറഞ്ഞത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് അല്ലിയുടേത് സ്വാഭാവിക മരണമെന്ന് കണ്ടെത്തിയത്. ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഇല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മരിച്ച ശേഷമാണ് അമ്മയുടെ മൃതദേഹം അടക്കം ചെയ്തെന്ന മകൻ പ്രദീപിന്റെ മൊഴി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ മറ്റൊരു സംഭവത്തിൽ പള്ളിയിൽ പോകുന്ന വഴി ലോറി ഇടിച്ച് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ചെറുതോണി ചേലച്ചുവാട് അയത്തുപാടത്ത് പൗലോസിന്റെ ഭാര്യ 74-കാരി എൽസമ്മയാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് ചേലച്ചുവട് പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോയപ്പോൾ പെരിയാർ വാലിയിൽ വെച്ചാണ് സംഭവം. പെരുമ്പാവൂരിൽ നിന്നും വന്ന ഐഷർ ലോറി എൽസമ്മയെ ഇടിക്കുകയായിരുന്നു. പരിക്കുപറ്റിയ ഇവരെ ചികിത്സയ്ക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലും തുടർന്ന് തൊടുപുഴയിലും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.